മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 14-12-2015 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രാടമാണ് നക്ഷത്രം. ഉത്രാടം 1-ാം പാദം. ധനുലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ, ബുധൻ. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ കേതു. 5-ൽ ഗുളികൻ. 6, 7, 8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ വ്യാഴം. 10-ൽ രാഹു, കുജൻ. 11-ൽ ശുക്രൻ. 12-ൽ സൂര്യൻ, ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കൊച്ചുകുട്ടിയാണ്, സ്ത്രീ ജാതകവുമാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ലഗ്നാൽ 5-ൽ ഗുളികൻ നല്ലതല്ല, ഒട്ടും നല്ലതല്ല. ഓവർ തിങ്കിങ്, ഡിപ്രഷൻ, നെഗറ്റീവ് തിങ്കിങ്, ആത്മവിശ്വാസമില്ലായ്മ, അറിവുള്ള കാര്യത്തെക്കുറിച്ച് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥ മനസ്സിന് ഏതെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ വരിക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു. ആ കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. എന്നിരുന്നാൽ തന്നെയും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യും. ഞാൻ തോൽക്കുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ലയോ എന്ന ചിന്ത. ഇതേ ചിന്ത അല്ലെങ്കിൽ ഇതേ ഭയം ഒരു 10 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ കാര്യത്തിന് കൊള്ളില്ല. അപ്പോഴും ചിന്തിക്കേണ്ടുന്നത് ആൾറെഡി അദ്ദേഹത്തിന് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ തന്നെയും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരു നിർത്തുമില്ലാതെ മനസ്സിന് കൊടുക്കുന്ന ഒരവസ്ഥയാണ് 5-ലെ ഗുളികൻ എന്ന് പറയുന്നത്. സന്താന സ്ഥാനത്താണ്. സന്താനങ്ങൾ ഉണ്ടാകാൻ, വിവാഹമൊക്കെ ശേഷം സന്താനങ്ങൾ ഉണ്ടാകാൻ വൈദ്യസഹായമൊക്കെ എടുത്തെങ്കിൽ മാത്രമേ സന്താനഭാഗ്യം പോലെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുമുള്ളൂ. കാരണം 5-ൽ ഗുളികനായതുകൊണ്ട് വളരെ പവർഫുള്ളാണ് 5-ലെ ഗുളികൻ എന്ന് പറയുന്നത്. ഒട്ടും നല്ല ഒരു രീതിയല്ല. പ്രധാനമായും മനസ്സിൻ്റെ സ്ഥാനത്ത് ഗുളികൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ സ്വസ്ഥത കെടുത്തും. ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മനസ്സിൻ്റെ സ്വസ്ഥതയെ കാർന്നെടുക്കാൻ ഗുളികന് നിഷ്പ്രയാസം സാധിക്കും. ടോക്സിക് ആക്കും. അനിയന്ത്രിതമായിട്ടുള്ള കോപം പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും പ്രകടിപ്പിക്കാം. അതിലേറെ പ്രധാനമാണ് നെഗറ്റീവ് ചിന്തകൾ. പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അതിന് നേരെ വിഭിന്നമായി, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചിന്തകൾ എത്തുകയും അതുവഴി മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന ഇതിന് ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ കാരണമാകുന്ന അവസ്ഥ കൂടെ ഗുളികൻ അവിടെ പ്രദാനം ചെയ്യും. അതേപോലെ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതിൽ 6-ലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടി വളരെ നല്ലതുമാണ്. അതാണ് ഗുളികനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. 6-ലും 11-ലും ഗുളികൻ നിന്നാൽ നല്ല ഫലങ്ങൾ കൊടുക്കും. 6-ലൊക്കെ 11-ലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നാലും പോസിറ്റീവാണ്. പക്ഷേ അത് 5-നെ മലിനപ്പെടുത്തും. അതുപോലെ തന്നെ ലഗ്നാൽ 4-ലേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അവിടെ ആൾറെഡി കേതുകൊണ്ട് രാഹുവിൻ്റെയും കുജൻ്റെയും ദൃഷ്ടിയും വരുന്നുണ്ട്. വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കലഹമോ ബുദ്ധിമുട്ടുകളോ മാതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ മാതാവിൽ നിന്ന് ദൂരെ മാറി നിന്ന് പഠിക്കുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതിൽ ദൂരെ മാറി നിന്ന് പഠിക്കുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് മാതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്ക സ്വഭാവം പോലെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നെഗറ്റീവായി മാറുകയും ചെയ്യാം എന്നല്ല, ചെയ്യും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ ചന്ദ്രൻ, ബുധൻ. ചന്ദ്രന് ആരുമായും ശത്രുതയില്ല. എന്നാൽ ബുധനെ സംബന്ധിച്ച് ചന്ദ്രൻ ശത്രുവാണ് താൻ. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത്. ഉപരി ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, ബുധൻ ലഗ്നാൽ 7-ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ 7-ാം ഭാവാധിപൻ കൂടായിട്ടുള്ള ബുധനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അവിടേക്ക് രാഹുവിനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. കുജൻ ചന്ദ്രൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ കുജൻ ബുധൻ ശത്രുക്കളാണ്. അപ്പോൾ അവിടെ വിവാഹം നടത്തുന്നു എന്ന് പറയുമ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിച്ചു മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടത്താവൂ. അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കങ്ങൾ, കുജൻ്റെ ദൃഷ്ടി വളരെ പവർഫുള്ളാണ്. പ്രത്യേകിച്ച് രാഹുവിനോടൊത്ത് നിൽക്കുന്ന കുജനുമാണ്. കുജൻ നിൽക്കുന്ന പൊസിഷനും ശത്രു ക്ഷേത്രത്തിലാണ്, ബുധൻ്റെ തന്നെ ക്ഷേത്രത്തിലാണ്. 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരേ ഗ്രഹമാണ്. അറിവിൻ്റെ കാരകനായിട്ടുള്ള ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നു. പിന്നെ അവിടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. ലഗ്നാൽ 9-ൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ 5-ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നു. അവിടെ ഭാഗ്യവശാൽ ചന്ദ്രനുമുണ്ട്. ചന്ദ്രൻ വ്യാഴം നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ബുധൻ
വ്യാഴം അത്ര നല്ല ബന്ധമല്ല. എന്നിരുന്നാൽ തന്നെ വ്യാഴലഗ്നമായതുകൊണ്ടും അതേ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ ആ വ്യക്തിക്ക് കൊടുക്കും. അപ്പോഴും മനസ്സിൻ്റെ സ്ഥാനത്ത് ഗുളികൻ എന്ന് പറയുന്ന അവസ്ഥ നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ഇദ്ദേഹം അപ്പോഴും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പിതാവുമായിട്ട് ഈ വ്യക്തിക്ക്, പിതാവിനെ വലിയ ബഹുമാനവും ഇഷ്ടവുമൊക്കെയാണ്, എന്നിരുന്നാൽ തന്നെ പിതാവുമായിട്ട് ഈ വ്യക്തിക്ക് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വിളിച്ചയാൾ പറഞ്ഞിരുന്നു. 9ാം ഭാവാധിപൻ, പിതാവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ, പിതാവിൻ്റെ കാരകഗ്രഹവും സൂര്യൻ തന്നെയാണ്. ശത്രുവിനോടൊത്ത് 12ൽ നിൽക്കുന്നു. വർഗോത്തമം ചെയ്ത ശത്രു ശനി. സൂര്യൻ ശനി ശത്രുക്കളാണ്, അല്ല ബദ്ധശത്രുക്കളാണ്. അപ്പോൾ പിതാവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഭിന്നതകൾക്കോ ഒക്കെയുള്ള ഒരു സാധ്യത അവിടെ തന്നെ ഉണ്ട്. എന്നാൽ വ്യാഴമുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ടതില്ല. എന്നാലും ഒരു ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിൽ വളരെ അത്യാവശ്യം തന്നെയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കുട്ടിയുടെ പ്രായം അളക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ പിതാവുമായിട്ട് ഇത്തരം തർക്കങ്ങൾക്ക് മുതിരുന്നു എന്ന് പറയുമ്പോൾ അത് വലുതാകുന്നതിനനുസരിച്ച്, പക്വത എത്തുന്നതിനനുസരിച്ച് ആ തർക്കങ്ങൾ കൂടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുക്കുക. വ്യാഴലഗ്നമായതുകൊണ്ട് തന്നെ പരിഹാരം എടുക്കുന്നതിന് വളരെ നിഷ്പ്രയാസമാണ്. കാരണം ഏതൊരു ഗ്രഹനിലയിലെയും ഭാഗ്യകാരക ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ തക്ക ശേഷി വ്യാഴം കൃത്യമായിട്ട് നല്ലൊരു പൊസിഷനിൽ ബലത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ഉണ്ട്. ഇവിടെ തന്നെ ഇത്രയും പ്രശ്നാധിഷ്ഠിതമായിട്ട് ഗുളികൻ നിൽക്കുന്നു എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. അവിടേക്കും ഒരാശ്വാസമുണ്ട്. വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി ഗുളികനിലേക്ക് വരുന്നുണ്ട്. വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഗുളികൻ അതിൻ്റെ ജോലി ചെയ്യും, ശേഷം വ്യാഴം അതിൻ്റെ ജോലിയും ചെയ്യും. അങ്ങനെയായിരിക്കും അത് വരിക. അതല്ലാതെ ഗുളികൻ 5ൽ നിൽക്കുന്നതിൻ്റെ നെഗറ്റീവിറ്റിയെ പരിപൂർണമായിട്ടും വ്യാഴം ഇല്ലാതാക്കി പോസിറ്റീവ് ആക്കില്ല. ഗുളികൻ അതിൻ്റെ ജോലി നെഗറ്റീവായിട്ട് ചെയ്യും. ആ നെഗറ്റിവിറ്റിയെ വ്യാഴം പിന്നീട് മാറ്റിക്കൊടുക്കും. ഇതായിരിക്കും അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ ഗുളികൻ വ്യാഴവുമായി ഒരു രീതിയിലുള്ള ബന്ധത്തിലുമല്ല നിൽക്കുന്നത്. ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴവുമല്ല. ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ ഗുളികൻ വസിക്കും. വ്യാഴം മറ്റെവിടെയെങ്കിലും ഇതുപോലെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ആ വ്യാഴത്തെയും ഗുളികൻ പിടിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു രീതി തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ നിൽക്കാറുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രാടമാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ചു. 2020 വരെ സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ, അതിനുശേഷം രാഹു 18 കൊല്ലം, ശേഷം ഗുരു 2071 വരെ, അതിനുശേഷം ശനി, ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക. അതിൽ തന്നെ ചന്ദ്രനിൽ ശനിയാണ് ഇപ്പോഴത്തെ അപഹാരമെന്ന് പറയുന്നത്. ലഗ്നത്തിൽ ബുധനോടൊത്ത് നിൽക്കുന്ന ചന്ദ്രൻ, കുജൻ്റെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടിയുള്ള ചന്ദ്രൻ ന്യൂട്രൽ അവസ്ഥയാണ്. കുജൻ ബുധൻ ചേർന്ന് നിൽക്കുന്നതിൻ്റെ, പ്രത്യേകിച്ച് കുജൻ ഇവിടെ 10ലാണ്. രാഹു കുജൻ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വേഗതയും അല്പം നെഗറ്റിവിറ്റിയും, ആ നെഗറ്റിവിറ്റി ഉണ്ടായാൽ തന്നെയും വീണ്ടും അതിനെ വകഞ്ഞു മാറ്റി പോകാനുള്ള ഒരു ത്വരയും ഒക്കെ ഇത്തരം വ്യക്തികൾക്ക് ധാരാളമായിട്ട് 10ാം ഭാവവുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വന്നിട്ടുള്ളത് നല്ലതുമാണ്. എന്നാൽ ശനി നിൽക്കുന്നത് വളരെ മികച്ച ഒരു ശത്രു. സൂര്യനോടൊത്ത് കുജൻ്റെ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് വൃശ്ചികത്തിലെ ശനിയെ സൂക്ഷിക്കുക തന്നെ വേണം. 12ലാണ്. അപ്പോൾ 2026 ജൂലൈ 1 വരെ ഉള്ള കാലയളവിൽ അനാവശ്യമായിട്ടുള്ള, ചെറിയ കുട്ടിയാണെന്നിരുന്നാൽ തന്നെ പിതാവുമായിട്ടുള്ള തർക്ക സ്വഭാവം, പിതാവ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോലും അതിനെ നെഗറ്റീവായി ചിന്തിച്ചെടുത്ത് തർക്കിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ, അത്തരം രീതികളൊക്കെ ധാരാളമായിട്ട് ഈ സമയത്ത് ഉണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ട് 5ൽ ഗുളികനെയൊക്കെ ബന്ധപ്പെടുത്തി കൃത്യമായി പരിഹാരം എടുത്ത് പോവുക. അല്ലെങ്കിൽ അത് പിന്നീട് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ട് ചെന്നെത്തിക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 4ൽ കേതു, രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി, അതുപോലെ തന്നെ ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ 4ാം ഭാവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഏതെങ്കിലുമൊക്കെ രീതിയിൽ മോശമായിട്ടുള്ള അവസ്ഥയിൽ ഗ്രഹങ്ങളോ ഛായാഗ്രഹങ്ങളോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ബാധ്യതകൾ, ലോൺ, കടം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നല്ല രീതിയിൽ ചിന്തിക്കുക, ആലോചിക്കുക, എന്നിട്ടും ശേഷം മാത്രം പ്രവർത്തിക്കുക. അല്ലാത്ത പക്ഷം ബാധ്യതകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു കയറുക ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. 4ാം ഭാവത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് എന്നേ ഉള്ളൂ.
വ്യാഴത്തിൻ്റെ ദൃഷ്ടി 4ലേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നടപ്പ് ദിശ പറഞ്ഞു, ചന്ദ്രനിൽ ശനിയാണ്. ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും നാക്കിൻ്റെ ഉപയോഗം, ചിന്തകൾ പോലെയുള്ള കാര്യങ്ങൾ, തർക്ക സ്വഭാവം പോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. ഈ കുട്ടിയെ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ കൂടെ മനസ്സ് വെച്ചേ മതിയാകൂ എന്ന് സാരം. കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുക്കുക, മുന്നോട്ട് പോവുക. ജോലി സംബന്ധമായിട്ടൊക്കെ ധാരാളം അവസരങ്ങൾ, പ്രത്യേകിച്ചും 10ാം ഭാവാധിപനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ചന്ദ്രൻ അവിടെയുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യം, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ പിതാവുമായി ബന്ധപ്പെട്ടുള്ള തർക്ക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, 4ാം ഭാവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് പോകാൻ ശ്രദ്ധിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.